കണ്ടില്ല. ഓടിക്കട്ടെ. അയ്യോ, ഈശ്വര, ഇങ്ങനെ എന്ന് സമാധാനമായിട്ട് വെള്ളമടിക്കാനുള്ള സാഹചര്യം നീ എന്നും എനിക്ക് ഒരുക്കി തരണേ. ഒരു ആശ്വാസത്തിന്റെ തീനാളം നെഞ്ചിലൂടെ അകത്തേക്ക് പോയവൻ. ദൈവമേ, ഉള്ള സമാധാനം പോയല്ലോ. ഇതിപ്പോ ഇവിടെ അല്ല കേട്ടോ. അടിയിരിക്കട്ടെ. മേലിൽ മദ്യപിച്ചു പോകരുത്. ഭാര്യയോട് വഴക്കിടരുത്. ഭാര്യയും മകളെ സ്നേഹിച്ച് ജീവിക്കണം. കുടുംബം നോക്കാതെ, ഭാര്യയും കുഞ്ഞിനെയും നോക്കാതെ വീട്ടിൽ വന്നിരുന്ന് കള്ളു കുടിക്കുന്ന ഭർത്താവിന് മാപ്പ് കൊടുക്കരുത് ചേച്ചി. ഉപദേശിച്ചിട്ട് നന്നായില്ലെങ്കിൽ തല്ലി നന്നാക്കണം. കിട്ടിയാടി 10 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്ക ചേച്ചി. മരണ വീട്ടിന്ന് അവര് വരും മുമ്പ് കൊടുക്ക ചേച്ചി. ഇത് പിടിക്ക ചേച്ചി. കള്ളൂടിയന്മാരെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റൂ. അടി കിട്ടുമ്പോ നന്നായിക്കോളും. ചേട്ടൻ കള്ളുപ്പിയുണ്ടെന്ന് റൂമിനകത്തിരുന്ന് കുടിക്കായിരുന്നു. അത് കണ്ട് പ്രിയച്ചിക്ക് ദേഷ്യം വന്നു. കൊടുത്തത് നന്നായി, ഞാൻ കൊടുത്തിട്ട് നന്നായില്ല. ഇനി നീയെങ്കിലും കൊടുത്ത് നന്നാക്ക്. അതെങ്ങനെ ശരിയാവും രാജു? ഒരു കാരണവശാലും ശരിയാവില്ല. അംബിക അമ്മയെ രാജുന് അറിയില്ലേ? അവര് ചേട്ടന് ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നല്ല ഉദ്ദേശത്തിലാകില്ല. ഈ വീട്ടിലെ രഹസ്യങ്ങൾ അറിയാനും എന്തെങ്കിലും പ്ലാനുകൾ തയ്യാറാക്കി നമ്മളെ ചതിക്കാനും ആയിരിക്കും. നോ ഡൗട്ട് രാജു, നോ ഡൗട്ട്. അവര് ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് രാജു വിചാരിക്കുന്നുണ്ടോ? അതിന് ഞാൻ അവിടെ ഇല്ല മാഡം. എന്ത് കുതന്ത്രങ്ങൾ ഉണ്ടാക്കിയാലും എനിക്ക് മനസ്സിലാവില്ലേ? അതിന് രാജു ഏത് സമയത്തും അംബിക അമ്മയോടൊപ്പമാണോ? അല്ല, രാജു ജോലി ചെയ്യുന്നത് അച്ഛനോടൊപ്പവും അച്ഛന്റെ ഓഫീസിലും അല്ലേ? അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇനി അളിയനെ പിൻവലിച്ച അത് നമ്മൾ പറഞ്ഞിട്ടാണെന്ന് അവർക്ക് മനസ്സിലാവും. മാത്രമല്ല, വർമ്മ സാറിനോട് കൂടി അംബിക മാഡം ചോദിച്ചിട്ടാ അളിയൻ അവിടെ ജോലി കൊടുത്തത്. ആ ജോലി ഇനി വേണ്ടെന്ന് വെച്ചാ അത് സാറിനെ കളിയാക്കുന്നതിന് തുല്യാവില്ലേ? അച്ഛനോട് മറ്റെന്തെങ്കിലും നോണ പറയണം. ചേട്ടന് ജോലി ചെയ്യാൻ താല്പര്യമാണെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒന്നില് ജോലി കൊടുത്തൂടെ? എന്തായാലും ഇതുവരെ എത്തിയില്ലേ മാഡം. അളിയൻ പോട്ടെ, എങ്ങനെ വരുമെന്ന് അറിയാലോ. അളിയൻ ലോകത്തില്ലാത്ത സകല അഭ്യാസങ്ങളും കാണിക്കും. പക്ഷെ അംബിക മാഡത്തിന്റെ അടുത്ത് അളിയന്റെ ഒരു വില നടക്കില്ല. എന്തെങ്കിലും ആവട്ടെ. അവരെന്നെ പ്രസവിച്ചത് വളരെ മോശമായി. അതിങ്ങനെ സംഭവിച്ചു പോയില്ലേ, ഇനി മാറി പ്രസവിക്കാൻ പറ്റോ?
എന്നാലും എന്റെ കഷ്ടകാലത്തിനുണ്ടായ അമ്മയായി പോയല്ലോ അവര്. ഞാൻ തല്ലിയപ്പോ ചേട്ടന് നൊന്തോ? നീ പ്രേമത്തോടല്ലല്ലോ തല്ലിയത്, എനിക്ക് നന്നായിട്ട് നൊന്തു. നീ മുടിങ്ങിയ പ്രേമത്തോടെ ഒരു പിരിയം കമ്പിക്ക് എന്റെ തലക്കിട്ടടിച്ചാലും എനിക്ക് നോവില്ല മോളെ. ചേട്ടൻ കള്ളുടിച്ചിട്ടല്ലേ ഞാൻ തല്ലിയത്? അതിന് ഞാൻ നിന്നെ വല്ല വഴക്കും പറഞ്ഞു? തല്ലരുതെന്നല്ലേ അഭിപ്രായപ്പെട്ടിട്ടുള്ളൂ. ഈ കള്ളൊരു ഇന്റർനാഷണൽ യൂസ്ലെസ് അല്ലേ? യൂസ്ലെസ് എന്നല്ല, അതിന് പറയേണ്ട പേര് വേറെയാ. എന്തിനത് വിൽക്കണമെന്നാ ഞാൻ ചോദിക്കുന്നത്? അവര് വിറ്റോട്ടെ, എന്തിനത് വാങ്ങി കുടിക്കുന്നതെന്നാ ഞാൻ ചോദിക്കുന്നേ. അതും ശരിയാ പ്രിയേ. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, ഈ കള്ളെന്ന് പറയുന്നത് ഒരു വശീകരണ റാസ്കലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബാറിന്റെ ഫ്രണ്ടിൽ കൂടി ചുമ്മാ നടന്നു പോവാണെന്ന് വിചാരിച്ചു. അപ്പൊ ഈ കള്ള് പറയും, അളിയാവാ അളിയാവാ, പൊന്നളിയ എന്നെ വന്നൊന്ന് മുത്തിയിട്ട് പോ അളിയാന്ന്. അപ്പൊ നമ്മൾ അറിയാതെ അങ്ങോട്ട് നടന്നങ്ങ് പോകും. അളിയാ അളിയാന്ന് വിളിക്കുമ്പോഴേ തിരിച്ചങ്ങോട്ട് 2 ചാട്ടം ചാടണം, ഒന്ന് പോടാ അളിയാന്ന മട്ടില്. എന്നാലും കള്ള് പിറകെ വരും, അതാ പ്രശ്നം. എന്ന് വെച്ചാ ഇനിയും കുടിക്കൊന്നല്ലേ? എന്റെ പൊന്നുപ്രിയെ, നീയാണ് 30-30 ദേവകളാണ്. ഇനി ഞാൻ കള്ള് കുടിക്കത്തില്ല, സത്യം. സത്യം സത്യം ചെയ്തതല്ലേ നീ ഇപ്പൊ കേട്ടത്?